തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ട അവസാന ദിവസം ഇന്നാണ്. കഴിഞ്ഞ ദിവസം 6 മണി വരെയുള്ള ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,32,269 ആയിരുന്നു. ഇത് ആകെ ഫോമുകളുടെ 99.93% മാത്രമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പറഞ്ഞത്. തിരികെ ലഭിക്കാത്ത ഫോമുകളുടെ എണ്ണം 25,08,267 ആണ്. മരണപ്പെട്ടവർ, ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തവർ, സ്ഥിരമായി താമസം മാറിപ്പോയവർ ഉൾപ്പെടെയുള്ളവരെയാണ് BLOമാർ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിതരണം ചെയ്തതിൽ തിരികെ എത്തിയ ഫോമുകളിൽ 99.9% ഇതിലെ എല്ലാവിധ തിരുത്തലുകളും ഇന്ന് പൂർത്തിയാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിൽ SIR നടപടികൾ 2 ആഴ്ച കൂടി നീട്ടിയിരുന്നു. എന്നാൽ സമയപരിധി വീണ്ടും നീട്ടണമെന്ന് കേരള സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അത് ഇന്ന് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ ബെഞ്ചായിരിക്കും ഹർജി ഇന്ന് പരിഗണിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഷെഡ്യൂൾ അനുസരിച്ച് കരട് വോട്ടർ പട്ടിക ഈ മാസം 23-നാണ് പ്രസിദ്ധീകരിക്കുക. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയവരിൽ എല്ലാവരും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പറഞ്ഞത്. നിലവിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരിൽ ഏകദേശം 25 ലക്ഷത്തിൽ ഏറെ പേരെ കാണാനില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ BLOമാർ സജീവമായി ചെയ്തു വരികയുമാണ്. അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ പേരുകൾ ഡ്രാഫ്റ്റ് റോളിൽ ഉണ്ടാകില്ല. പൂരിപ്പിച്ച ഫോമുകൾ സമർപ്പിച്ച എല്ലാവരെയും കരട് പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി ഇന്ന് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുകളിലുള്ള ഏജന്റുമാർക്ക്, അതായത് BLAമാർക്ക് അപേക്ഷകൾ ഒരുമിച്ച് നൽകാനുള്ള അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് BLA 50-ൽ കൂടുതൽ അപേക്ഷ ഒരു ദിവസത്തിൽ BLOമാർക്ക് സമർപ്പിക്കാൻ പാടില്ല. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇത് പ്രതിദിനം 10 ആയി ചുരുങ്ങാനും സാധ്യതയുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തവരുടെ ബൂത്തുകൾ പട്ടിക ഇലക്ടറൽ ഓഫീസർമാരുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. BLAമാർക്ക് യോഗ്യത അറിയിക്കാൻ കഴിയാത്തവർക്ക് കരട് പട്ടികയെക്കുറിച്ചുള്ള എതിർപ്പുകൾ സമർപ്പിക്കുന്നതിന് നൽകിയിരിക്കുന്ന കാലയളവിൽ ഫോം 7 സഹിതം അപേക്ഷ സമർപ്പിച്ച് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷിക്കാം. കരടിന്മേലുള്ള ആക്ഷേപങ്ങളും അവകാശവാദങ്ങളും 2026 ജനുവരി 22 വരെ സമർപ്പിക്കാനും അനുവാദമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 21-നാണ് പ്രസിദ്ധീകരിക്കുക. ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ പരാതികളും എതിർപ്പുകളും സമർപ്പിക്കാം. ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കാത്തവരെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഹിയറിംഗിനായി വിളിപ്പിക്കും. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൊവ്വാഴ്ച വൈകുന്നേരം ജില്ലാ കളക്ടർമാരുടെ ഒരു ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചകളുടെ ഫോട്ടോകളും ഹ്രസ്വകുറിപ്പുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടാനും അദ്ദേഹം നിർദ്ദേശിച്ചു. 6 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ സമയക്രമം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിച്ചതിന്റെ ഭാഗമായാണ് ഇത്. തമിഴ്നാട്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഉത്തർപ്രദേശ് എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലും ഗുജറാത്തിലും SIRന്റെ പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം ഈ മാസം 14-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ അവസാന തീയതി ഈ മാസം 18 വരെയും ഉത്തർപ്രദേശിലെ അവസാന തീയതി ഈ മാസം 26 വരെയുമായിരുന്നു നീട്ടിയത്. തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഈ മാസം 19-ന് കരട് പ്രസിദ്ധീകരിക്കും. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇത് 23-നാണ് പ്രസിദ്ധീകരിക്കുക. ഉത്തർപ്രദേശിൽ ഇപ്പോൾ കരട് പട്ടിക ഈ മാസം 31-ന് പുറത്തിറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിനായുള്ള പട്ടിക നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ കണക്കെടുപ്പ് സമയം ഈ മാസം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഗോവ, ഗുജറാത്ത്, ലക്ഷദ്വീപ്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ കണക്കെടുപ്പ് സമയവും അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിൽ നിന്ന് അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഷെഡ്യൂൾ പരിഷ്കരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്.